അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചല്ലോ. ഞാൻ ഇന്നും പൈസ, അതിന് ആവശ്യമായ പൈസ ചെക്കിൽ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. എൻ്റെ കൂടി പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട്. ഞാൻ ഇതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ പേരിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടലാവില്ലല്ലോ. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ 18-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ് ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞത് ഞങ്ങൾ. പിന്നെ ഒരാളുടെ ആ കേസ് തന്നെ ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? ഈ ട്രാൻസ്ഫർ ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല. ക്രൂരമായ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 കൊല്ലക്കാലം നടന്നത്. ഞങ്ങൾ കേസുകൾ കൊണ്ടുവരാം. ഭാര്യയെ തിരുവനന്തപുരത്തേക്കും ഭാര്യയെ കാസർഗോഡേക്കും ഭർത്താവിനെ തിരുവനന്തപുരത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വ്യാപകമായ തരത്തിലെ രാഷ്ട്രീയമായി ഇടപെട്ട് ട്രാൻസ്ഫർ നടത്തിയ കഥയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് മാറി അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. പ്ലീസ്, ഞങ്ങളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എന്നാണ് ഇതെല്ലാം പൂർത്തിയായത്? നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് ഉണ്ടോ? എൻ്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്. കോർപ്പറേഷൻ ബോർഡുകളെല്ലാം പൂർത്തിയായത് എന്നാണ് എന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അധികാരത്തിൽ വന്നപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് അവർ പൂർത്തിയായതെന്നുള്ളതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും വൈകിട്ടൊന്നുമില്ല. ഞങ്ങൾ UDF തീരുമാനിച്ചിട്ട് UDF ഘടകകക്ഷികൾ തമ്മിൽ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. ആലോചിക്കാൻ വെച്ചിരുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലഡ് വന്നു അല്ലേ? 10 ദിവസത്തേക്ക് നമുക്ക് ആ ചർച്ച നടത്തിയില്ല. ഞങ്ങൾ ചർച്ച പുനരാരംഭിച്ചു. ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാവും.